അപ്പം ട്രെയിലർ കണ്ടെടുത്തോളം നമ്മളെല്ലാവരും ഒരു ത്രില്ലർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് വരുന്ന പ്രേക്ഷകർക്ക് ശരിക്കും ഞെട്ടിക്കുമോ? അല്ല, ഞെട്ടല് എന്നതിനേക്കാൾ ഉപരി ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതാണല്ലോ അൾട്ടിമേറ്റ് വേണ്ടത്. സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു പ്രേക്ഷകന് അവൻ്റെ 2 മണിക്കൂർ വേസ്റ്റായി എന്നൊരു തോന്നലുണ്ടാവാൻ പാടില്ല. അതിങ്ങനെ ഉണ്ടാവില്ല. ഉറപ്പിക്കാം. ഞാൻ കണ്ടിടത്തോളം അതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാവരും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. പക്ഷേ 100% അങ്ങനെ ഒരാൾക്ക് ഒരു കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റുന്നൊരു സിനിമയല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരിമിതികളെന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ നന്നായി വന്നിട്ടുണ്ട്. വളരെ വേറിട്ട അഭിപ്രായങ്ങളുള്ള ഒരാളാണ് അഖിലേട്ടൻ. അങ്ങനെ വേണ്ടേ? അല്ല, അപ്പം ഈ കഥ എന്തുകൊണ്ടാണ് ഒരു ഡിഫറെന്റ് ആണെന്ന് തോന്നാൻ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമ വന്നതുമല്ല. അല്ല, ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കുറേ അവസരങ്ങൾ വന്നിരുന്നു. ഈ സബ്ജക്റ്റ് ആക്ച്വലി ബാബുവേട്ടൻ എന്നെ ആദ്യം വിളിച്ച സമയത്തും ഞാൻ നേരത്തെ എല്ലാവരും പറയുന്ന കണക്ക് ഞാൻ ഉള്ളി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നോക്കിയത്. സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആണ്. എല്ലാവരുമായിട്ട് സൗഹൃദം കൊണ്ട് അടുപ്പമുണ്ട്. എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യാം. അഭിനയിക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെടുത്തും അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ബാബുവേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ പിന്നീട് ആസാദൊക്കെ വിളിച്ചു. ആസാദൊക്കെ അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻസ് ഒക്കെ അവർ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്, ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ്, ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ്, നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ്. അത് മാത്രമല്ല, 2-3 കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നുള്ള സത്യം. ഓക്കെ, സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേട്ടനെ ആദ്യമായി കാണുന്നത്. ശേഷം ഇപ്പം നായകനായി സിനിമയിലേക്ക് മുൻപോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സംവിധായകനായിട്ട് പ്രതീക്ഷിക്കണോ അതോ ഒരു നായകനായിട്ട് തന്നെ പ്രതീക്ഷിക്കണോ? അഖിൽമാരായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. താങ്ക് യു. ആൻഡ് സരിത സുരേഷ് ആൻഡ് ഷൈൻ താസ് രണ്ടുപേരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക്. ഏറ്റവും ഈസിയായി കംഫർട്ടായി തോന്നിയത്? അല്ല, ഇത് ആക്ച്വലി ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യമാണ്. അഭിനയം പൊതുവെ താരതമ്യേന എളുപ്പമാണ്. ഡയറക്ഷനുമായിട്ട് താരതമ്യം ചെയ്യും. താരതമ്യേന എളുപ്പമാണ് എന്ന് കരുതി അഭിനയം എളുപ്പമെന്നല്ല എൻ്റെ അർത്ഥം. ഇനി അങ്ങനെ പറഞ്ഞാൽ അഭിനയം വളരെ ഈസി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. താരതമ്യം ചെയ്ത് നോക്കിയാൽ സംവിധാനത്തെക്കാട്ടി എളുപ്പം അഭിനയമാണ്. എഫേർട്ട്ലെസ് ആണ് കുറച്ചുകൂടെ. മറ്റേത് കുറച്ചും കൂടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളും ഒക്കെ ചിന്തിച്ച് പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ചിന്തിച്ച് വേണം നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യാൻ. അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കാട്ടി പ്രയാസമാണ് റൈറ്റർ. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള പണി റൈറ്ററുടെ പണിയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലല്ലോ ഡയറക്ടർ. മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ. എല്ലാവരും ഡയറക്ടറാണ്. ക്യാമറമാൻ ഡയറക്ടറാണ്, കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ്. എല്ലാവർക്കും എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടിയും ഇന്ന് സിനിമയിലുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ. ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട്. പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. ഇവിടെ എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ഞാനൊക്കെ സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. കാരണം ഇനി ആൾക്കാർക്ക് ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനന്ദിക്കാടിനെയും ശ്രീനിവാസൻ സാറിനെയും ഐവിശ സാറിനെയും ഒക്കെ ആരാധിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് 2007-2008 കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് 2020 സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി. ഇപ്പം പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറിയ സിനിമകൾക്കനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പഠിച്ച് പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മൾ ഇതിനു മുൻപ് മുള്ളംകൊല്ലി വേലായുധനായിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് കണ്ടത്. മുള്ളംകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും അതിലാണ് വന്നിട്ടുള്ളൂ. ഈ സിനിമയിലും മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. അപ്പോൾ ലാലേട്ടനെ കടത്തി വെട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരിക്കും? ഇങ്ങനെയൊക്കെ ചോദിച്ച് നീയും മോഹൻലാലിനെ കടത്തി വെട്ടാൻ കഴിയുന്ന ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? അഭിനയത്തിൽ
അഭിനയത്തിൽ അദ്ദേഹത്തെ കടത്തി വിട്ടാൻ പറ്റുന്നൊരു അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇന്നലെ വേൾഡിൽ തന്നെ ഉള്ളത്. അതൊരു പക്ഷേ ഡെൻസിൽ വാഷിങ്ടനും ഇവരൊക്കെ കണ്ടാൽ തന്നെ അവർ ലാലേട്ടനെ പോയിരുന്നു. ഇദ്ദേഹം ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമല്ല, ആർക്കും എളുപ്പമല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ആരുമായും താരതമ്യം ചെയ്തത്. ഞാൻ ഇതിൻ്റെ ABCD അഭിനയത്തെക്കുറിച്ച് അറിയാതെ സിനിമയിൽ വന്ന് അഭിനയിച്ചപ്പോൾ ആകെ ഒരു സംവിധായകൻ നിലയിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക, എപ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം, ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം. നിങ്ങൾക്ക് അഖിൽമാരായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നടനത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഏതൊരു നടനായാലും ആ നടനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ നടൻ സമ്പൂർണ്ണ പരാജയമാണ്. ആ നടനെ കാണാതിരിക്കുക എന്ന് പറയുന്നിടത്താണ് അയാളുടെ അഭിനയശേഷി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നടനെ മറന്നു പോകണം. അങ്ങനെ മറന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് പറയാം. പക്ഷെ മുള്ളൻകൊല്ലിക്ക് നടനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആൻ്റണി ചേട്ടനെ ആൻഡോ ചേട്ടനെയും ഞാൻ ഇതുമായിട്ട് കണ്ട സമയത്ത് അപ്പോൾ ലിസ്റ്റിനിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ലിസ്റ്റിൻ ചേട്ടൻ ചിറകൊടിഞ്ഞ കിനാക്കൾ എടുത്തപ്പോൾ അഴകിയ രാവണൻ സിനിമയിലെ ആ കഥയാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അന്ന് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന പേരിട്ടതിന് പഴയ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അതായത് ഈ പേര് യൂസ് ചെയ്തുമായിട്ട് ആ സിനിമയുടെ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ ലിസ്റ്റിൻ ചേട്ടൻ ഇറക്കിയെന്ന് ആൻഡോ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൻ്റണി ചേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുള്ളൻകൊല്ലിക്കൊരു സ്റ്റേ ആക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാ, ചേട്ടന് ദോഷമായിരിക്കും എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അഖിലിന് നെഗറ്റീവാവുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല, വേണ്ടത്. എന്നിട്ട് മുള്ളൻകൊല്ലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്തിണക്കി പോകുന്നൊരു സിനിമയാണ്. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയം, മതം ഇതുപോലത്തെ കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആരും നോക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പോൾ JSK റിലീസ് ചെയ്തപ്പോഴും എല്ലാ മെയിൻ നായകൻ്റെ രാഷ്ട്രീയം, മതം അങ്ങനത്തെ കാര്യം നോക്കുക. അങ്ങനെ ഒരിക്കലും നോക്കാൻ പാടില്ല. സിനിമയായിട്ട് കാണുക. അഭിനയിച്ചേക്കുന്ന ആൾക്കാർക്ക് വ്യക്തിത്വം ഉണ്ടാവണമെന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉണ്ടാവണം. സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആരാണ് ചൂണ്ടിക്കാണിക്കുക? നമുക്ക് എന്തെങ്കിലും ലാഭങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതുമൂലം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്നൊരു സമയം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ സ്ലാബിളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ PWD-കാരെ 4 ചീത്തയും വിളിച്ച് PW എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് 4 തെറിയും വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരും. പക്ഷെ നമുക്കിത് പബ്ലിക്കായിട്ട് പറയാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ കഴിയുന്നില്ല. എന്താ കാര്യം? നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. എന്തിനാണിതെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ അച്ഛൻ രാത്രിയിൽ വരുന്ന വഴി ഇതേ ഓടയിൽ വീണ് മരണപ്പെടുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഇതേ ഓടയിൽ വീണ് നമ്മൾ കണ്ട അതേ സ്ലാബിൽ തട്ടി വീണ് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ വിചാരിക്കും, ആ നിശബ്ദതയാണല്ലോ എനിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്ന്. അതുകൊണ്ട് നിശബ്ദതയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഞാൻ ശബ്ദിക്കുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ശബ്ദിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം നമ്മൾ രാഷ്ട്രീയം പറയുന്നത്, പ്രത്യേകിച്ച് കലാകാരന്മാർ ആരൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ടോ അവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. കാര്യം അവരാരും അവർക്ക് വേണ്ടിയില്ല. കാര്യം നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുക. മിണ്ടാതിരുന്നാൽ നേട്ടങ്ങൾ കിട്ടും. മിണ്ടുന്നവരെ നഷ്ടം. നാച്ചുറൽ ആക്ടറാണോ മെത്തേഡ് ആക്ടറാണോ? ഞാനൊരു ആക്ടറേ ആയിട്ടില്ല. മാരാർ എന്ന ഡയറക്ടർ അഖിൽ മാരാർ എന്ന ആക്ടറിനെ ഏതെങ്കിലും ഇൻസ്റ്റൻസിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ ഈ പടത്തിൽ? അല്ല, അത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു സംവിധായകൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരാതെ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യുമ്പോൾ ഡയറക്ടർ കുറച്ചും കൂടെ ബെറ്റർ ഡയറക്ടറായിട്ട് മാറും. പക്ഷെ അല്ലെങ്കിലും ഈ പറയുന്ന അതേസമയം ഇപ്പം എനിക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ എളുപ്പവഴി കോട്ടയം വഴിയാണ് എളുപ്പവഴിയെങ്കിൽ ആ കോട്ടയം വഴി തന്നെ പോകണമെന്ന് ഞാൻ പറയുകയും ഡയറക്ടർ പറയുകയും ചെയ്താൽ അത് രണ്ടും ഈക്വലാണ്. എൻ്റെ അർത്ഥം ഒരാളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചോന്നോ അത് ശരിയെന്നുള്ള നിലയല്ല. അതാണ് അതിൻ്റെ ശരി. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവം ശരിയായിട്ട് വന്നു എന്ന് ഡയറക്ടർക്ക് തോന്നിയാൽ അത് നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം ചെയ്ത് എത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഇപ്പം നമ്മളിൽ ചില ഈ പരസ്യങ്ങളൊക്കെ കാണത്തില്ലേ, ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ ചിലർ ചോദിക്കും നമ്മൾ ഇതാണ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും. ആ ഹെയർ സ്റ്റൈൽ വേറെ എന്തെങ്കിലും രീതിയിലിരിക്കും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും നമ്മൾ ഇതാ ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആ ഫീൽ വരണം. ഇപ്പം ഞാൻ ഭയങ്കരമായ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഇട്ട് പിടിക്കുകയും കാണുന്ന ആൾക്കാർക്ക് ചിരി തോന്നുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മുഖത്ത് ഭാവങ്ങൾ വിരിയുക, അത് വിരിയിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഭാഗ്യം ഉണ്ടാവുന്നത്. ചിലർക്ക് ഇമ്പോണായിട്ട് തന്നെ ഉണ്ടാവും, ചിലർ വെറുതെ നോക്കിയാലും മാറുക ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ അഖിൽ മാരാർ എന്ന ആക്ടർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഏത് ടൈപ്പ് ഓഫ് സീൻസ് ആയിരുന്നു? ലൈക്ക് സീനുകളെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, സീനല്ല രതീഷ്. ആക്ച്വലി അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടായിട്ടൊന്നും നമുക്കിത് വന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഇപ്പം ഇതിലെ കഥാപാത്രത്തിന് കുറച്ചൊക്കെ, അതായത് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതമായിട്ടൊക്കെ കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട്.
ഫാമിലി റിലേഷൻസൊക്കെ നമ്മുടെ ജീവിതമായിട്ട് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് കഥാപാത്രം കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഫൈറ്റ് ആയിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു പരിപാടി, പക്ഷെ അത് എങ്ങനെയോ സംഭവിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. എൽബൻ ഇപ്പോൾ ഉണ്ട്, അദ്ദേഹം പുള്ളിയുടെ ഫോൺ കൊടുത്താൽ പുള്ളി പറയും, അല്ല മൊബൈൽ കൊടുത്താൽ ക്യാമറമാൻ കൊടുത്താൽ പറയും, അല്ല പുള്ളി അങ്ങനെ ഇട്ട പേരാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞ നിങ്ങൾ തന്നെ ഞാൻ എന്നെ പോയിട്ടാ ഞാൻ അത് സംഭവിച്ചു. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ തീർക്കാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ സമയം വന്നു എടുത്താൽ. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടക്കക്കാരനല്ലേ. താങ്ക് യു. സിനിമ റിവ്യൂവിനെ ബാധിക്കാറുണ്ട്. ഞാൻ തിരിച്ചാണ് കാരണം കാര്യം എന്തെന്ന് വെച്ചാൽ സിനിമ ഇല്ലെങ്കിൽ റിവ്യൂവർക്കും ജീവിതമില്ല. ഈ കോക്ക് നാള് റിവ്യൂ ഇല്ലെങ്കിലും സിനിമ ഉണ്ടാവും, പക്ഷെ സിനിമ ഇല്ലെങ്കിൽ റിവ്യൂ ഇല്ല. ഓക്കെ